ദൈവസന്നിധിയിൽ ആയിരിക്കും. എഫേസ് ലേഖനം 4-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ നിന്നാണ് ദൈവവചന ചിന്തകൾ അതിനെ ആസ്പദമാക്കി ദൈവസഭയുടെ വിവിധ പ്രത്യേകതകൾ, ദൈവസഭയ്ക്കുണ്ടായിരിക്കേണ്ട സ്വഭാവ സവിശേഷതകൾ തുടങ്ങിയവ നിരന്തരമായി നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ കൂടെ ആ തിരുവെഴുത്തിലേക്ക് നമുക്ക് ശ്രദ്ധയെ തിരിക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 12 and 13. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. നമുക്കറിയാം, ദൈവം തൻ്റെ സഭയിൽ, ക്രിസ്തു തൻ്റെ സഭയിൽ ശുശ്രൂഷകന്മാരെ സമ്മാനമായി, ഗിഫ്റ്റായി നൽകി അവരെ ആക്കി വെച്ചിരിക്കുന്ന ദൗത്യം അതെന്തുദ്ദേശ്യത്തിലാണ് എന്നുള്ളതാണ് ഈ വാക്യങ്ങളിൽ പറയുന്നത്. അത് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ, അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ തിരുവെഴുത്തുകൾ പല കാര്യങ്ങൾ അതിലൂടെ ചിന്തിക്കുവാനിടയായത്. നമുക്ക് അതിൻ്റെ 2-ാം ഭാഗത്തേക്ക് കടന്നു വരാം. മലയാളത്തിൽ 13-ാം വാക്യം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നത് NKJV-യിൽ ഫോർ ദി എക്യുപ്പിംഗ് ഓഫ് ദ സെയിൻസ് ഫോർ ദ വർക്ക് ഓഫ് മിനിസ്ട്രി ഫോർ ദ എഡിഫൈയിങ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. വേഴ്സ് 12, ഫോർ ദി എക്യുപ്പിംഗ് ഓഫ് ദ സെയിൻസ് ഫോർ ദ വർക്ക് ഓഫ് മിനിസ്ട്രി ഫോർ ദ എഡിഫൈയിങ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ശുശ്രൂഷകന്മാരെ ദൈവം സഭയ്ക്ക് സമാനമായി കൊടുത്തിരിക്കുന്നത് വിശുദ്ധന്മാരെ ശുശ്രൂഷയുടെ പ്രവർത്തനത്തിനായി, അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷകളുടെ വേലയ്ക്കായിട്ട് എക്വിപ്പ് ചെയ്യുക, വളർത്തിയെടുക്കുക, അതിനുവേണ്ടിയാണ് ശുശ്രൂഷന്മാരെ ആക്കി വച്ചിരിക്കുന്നത്. മലയാളത്തിൽ നമുക്ക് വായിക്കുമ്പോൾ അത്രയും വ്യക്തമായ അർത്ഥം അത് മനസ്സിലാക്കാൻ ചെറിയ പ്രയാസമുള്ളത് കൊണ്ടാണ് ഇംഗ്ലീഷ് കൂടെ ഞാൻ ഉദ്ധരിച്ചത്. ദൈവം സഭയിൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്നീ ഔദ്യോഗിക ശുശ്രൂഷകൾ നൽകി ശുശ്രൂഷകന്മാരെ ആക്കിയിരിക്കുന്നതിൻ്റെ പല ലക്ഷ്യങ്ങളിൽ ഒരു പ്രധാന ലക്ഷ്യം വിശുദ്ധന്മാരെന്ന് പറയുന്നത് ആരാ? രക്ഷിക്കപ്പെട്ട് യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച, രക്ഷിക്കപ്പെട്ട, സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്ന ദൈവസഭയിലെ കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്ന ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന പേരാണ് വിശുദ്ധന്മാർ. ആമേൻ. അപ്പോൾ ആ വിശുദ്ധന്മാരെ എക്വിപ്പ് ചെയ്യണം, അവരെ പ്രാപ്തരാക്കണം, അവരെ യോഗ്യതയുള്ളവരാക്കണം. അതിനായി അവരെ എന്ത് ചെയ്യണം? എക്വിപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ യോഗ്യതയുള്ളവരാക്കാനും പ്രാപ്തരാക്കാനായിട്ട്. എന്തിനു വേണ്ടി? ഫോർ ദ വർക്ക് ഓഫ് മിനിസ്ട്രി. ശുശ്രൂഷ എന്ന് പറയുന്നത് എന്താ? ദൈവസഭയുടെ പല ശുശ്രൂഷകൾ, ദൈവരാജ്യത്തിന്റെ പല ശുശ്രൂഷകൾ, ആ ശുശ്രൂഷയുടെ വേലയ്ക്ക് വേണ്ടി, ഫോർ ദ വർക്ക് ഓഫ് മിനിസ്ട്രി, ശുശ്രൂഷയുടെ വേലയ്ക്ക് വേണ്ടി ഈ വിശുദ്ധന്മാരെ ഒരുക്കിയെടുക്കുക, വളർത്തിയെടുക്കുക, പ്രാപ്തരാക്കുക, യോഗ്യതയുള്ളവരാക്കുക. ഇതാണ് ഔദ്യോഗിക ശുശ്രൂഷകന്മാരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യങ്ങളിൽ ഒന്ന്. ഹല്ലേലൂയ. നമുക്കറിയാം, നമുക്ക് സ്കൂളിൽ അധ്യാപകരുണ്ട്, യൂണിവേഴ്സിറ്റികളിൽ അധ്യാപകരുണ്ട്. അവരുടെ ദൗത്യം എന്താണ്? അവരുടെ മുന്നിൽ വരുന്ന വിദ്യാർത്ഥികളെ, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം സമഗ്രമായി പഠിക്കാൻ അവരെ ഉപദേശിച്ചു കൊടുക്കുക, അതിനുവേണ്ടിയുള്ള റിസോഴ്സസ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരുക്കി കൊടുക്കുക. അവരെ നാളെ ആ മേഖലകളിൽ, അല്ലെങ്കിൽ ആ രാജ്യത്തിന് പ്രയോജനപ്പെടുന്നവരാക്കി അവരെ വളർത്തിയെടുക്കുക. അതാണ് അധ്യാപകരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ഇതിനെ ഞാൻ ഉദാഹരണമായി പറഞ്ഞതാണ്. ഇതുപോലെ സഭയിൽ ഈ പറയുന്ന, ഞാൻ നേരത്തെ 5 ശുശ്രൂഷകന്മാരുടെ പേര് ഈ എഫേസ്യ ലേഖനം 4 അതിന്റെ മുൻപ് പറഞ്ഞ ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 5 ഔദ്യോഗിക ശുശ്രൂഷ വൃന്ദങ്ങളെ, ഔദ്യോഗിക ശുശ്രൂഷകന്മാരെ ഞാൻ ഓർപ്പിച്ചു. ആരൊക്കെയാ? അപ്പോസ്തലന്മാർ, 2 പ്രവാചകന്മാർ, 3-ാമതായി സുവിശേഷകന്മാർ, 4-ാമത് ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും. ഇവരെ ദൈവസഭയിൽ ദൈവം നിയമിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പല കാര്യങ്ങൾ അവിടെ പറഞ്ഞു. അതിലിപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്താണ്? ദൈവസഭയിലെ വിശുദ്ധന്മാരായ, അല്ലെങ്കിൽ ദൈവസഭയെ, നമ്മെ ഓരോരുത്തരെയും എക്വിപ്പ് ചെയ്യാനാണ്, പ്രാപ്തരാക്കാൻ വേണ്ടിയാണ്.
യോഗ്യരാക്കാൻ വേണ്ടിയാണ്, ഒരുക്കിയെടുക്കാൻ വേണ്ടിയാണ്. എന്തിനു വേണ്ടി? ശുശ്രൂഷയുടെ വേലയ്ക്ക് ഒരുക്കിയെടുക്കാൻ വേണ്ടി, ശുശ്രൂഷയുടെ വേലയ്ക്ക് ഒരുക്കിയെടുക്കാൻ വേണ്ടി. ഹല്ലേലൂയ. അപ്പോ ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവസഭകളിൽ അല്ലെങ്കിൽ ഈ ഒരു ശുശ്രൂഷ കാര്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന്റെ കാരണങ്ങൾ പലതാണ്, അതിന്റെ പുറകിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എനിവേ, അപ്പോൾ എന്തിനു വേണ്ടി? ശുശ്രൂഷയ്ക്ക് പ്രാപ്തരാക്കി എടുക്കാൻ വേണ്ടി ഈ ശുശ്രൂഷകന്മാരെ, ദൈവസഭയെ ശുശ്രൂഷകൾക്ക് പ്രാപ്തരാക്കാൻ വേണ്ടി ഈ ശുശ്രൂഷകന്മാരെ ദൈവം നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ വാക്യം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. ആമേൻ. നമുക്ക് നോക്കാം. ഹൗ ക്യാൻ എ പേഴ്സൺ ബി എക്വിപ്ഡ് ടു സെർവ് ദ ചർച്ച്? ദൈവസഭയെ ശുശ്രൂഷിക്കാൻ അല്ലെങ്കിൽ സഭയിൽ സേവനം ചെയ്യാൻ, സർവീസ് ചെയ്യാനായിട്ട് എങ്ങനെ ഒരു വ്യക്തിയെ എക്വിപ്പ് ചെയ്യാനായി കഴിയും? യോഗ്യനാക്കി, പ്രാപ്തനാക്കി എടുക്കുവാനായിട്ട് കഴിയും. ആൻഡ് വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഹി ഷുഡ് ഹാവ് ഓർ അറ്റൈൻ ടു മിനിസ്റ്റർ ദ ചർച്ച്? സഭയിൽ ശുശ്രൂഷകൾ ചെയ്യുന്നതിന് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് അവന് ആർജിക്കേണ്ടത് അല്ലെങ്കിൽ അവനിൽ ഉണ്ടായി വരേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ശുശ്രൂഷകന്മാരെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം വിജയിക്കണമെങ്കിൽ, ഈ ലക്ഷ്യം വിജയിക്കണമെങ്കിൽ ദൈവസഭയിലെ ഓരോരുത്തർക്കും എന്തുണ്ടാകണം? എന്നെ കർത്താവ് ഈ സഭയിൽ അല്ലെങ്കിൽ കർത്താവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാക്കുകയും എന്നെ ശുശ്രൂഷിക്കാൻ സഭയുടെ അധ്യക്ഷന്മാരെ, അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, സുവിശേഷന്മാരെ, ഇടയന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ ഒക്കെ സഭയിൽ ആക്കി വച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നെ ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനും പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായി വളർത്തിയെടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതിന് ഞാൻ എങ്ങനെ ഒരുങ്ങണം എന്ന ചിന്ത ഓരോ സഭയിലെ ഓരോ വ്യക്തികൾക്കും ഉണ്ടെങ്കിലേ സഭയിൽ വരുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, ശുശ്രൂഷയുടെ ഭാഗമാകുമ്പോൾ ഈ രീതിയിൽ വളർന്നു വരാനായിട്ട് കഴിയത്തുള്ളൂ. ഈ ചിന്ത നമുക്കില്ല എങ്കിൽ, അല്ലെങ്കിൽ ദൈവസഭയ്ക്കില്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവം ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രാപ്തരാകാനായിട്ട് പറ്റത്തില്ല. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും നമുക്ക് സഭയെക്കുറിച്ച് കാലാകാലങ്ങളായി വന്നിരിക്കുന്ന കുറേ നല്ല കാഴ്ചപ്പാടുകളുണ്ട്, എന്നാൽ ചില മോശം കാഴ്ചപ്പാടുകളുണ്ട്. സഭ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ആമേനൊന്ന് കൂടാനും ആമേനൊരു ആശ്വാസം പ്രാപിക്കാനും പിന്നെന്താ ഒന്ന് കുറച്ചു നേരം അന്യഭാഷയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഇടമാണ് സഭ. അത് തെറ്റൊന്നുമല്ല. പക്ഷെ ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ സഭയിൽ ആയിരിക്കുന്നത്, ഞാൻ കൂട്ടായ്മകളിൽ ആയിരിക്കുന്നതെന്ന് ആണ് ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഞാൻ ചെയ്യേണ്ട ശുശ്രൂഷകൾ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാനെന്ന് ഉദ്ദേശിക്കുന്നത് സഭയിലെ ഓരോ വ്യക്തികളും അവരവർ ചെയ്യേണ്ട ശുശ്രൂഷകൾ കൂടെയുണ്ട്. നമുക്ക് ലഭിക്കേണ്ടതിനെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ, കൊടുക്കേണ്ടതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ലെന്നാ പറഞ്ഞതിന്റെ മറുവശം, അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റു പദം. മറ്റുള്ളവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മറ്റുള്ളവർ എനിക്ക് കൂട്ടായ്മ തരണം, മറ്റുള്ളവരുടെ ആ കൂട്ടായ്മ എനിക്ക് അനുഭവിക്കണം, എൻ്റെ വിഷമങ്ങൾക്ക് വേണ്ടി, എൻ്റെ വേദനകൾക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കണം. ഇതെല്ലാം എന്താണ്? എനിക്ക് വേണ്ടി സഭ ചെയ്തു തരേണ്ട കാര്യങ്ങൾ എന്ന് ഓരോരുത്തരും ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ദൗർഭാഗ്യവശാൽ അത് മാത്രമേ ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഞാൻ ദൈവസഭയ്ക്ക്, ദൈവരാജ്യത്തിന്, മറ്റുള്ളവർക്ക്, ദൈവനാമ മഹത്വത്തിന് എങ്ങനെ പ്രയോജനപ്പെടണമെന്ന ഭാഗം എന്ത് ചെയ്യുന്നില്ല? ചിന്തിക്കുന്നില്ല. ഈ ആദ്യത്തേതിനേക്കാൾ ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ ഭാഗമാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. കാരണം നമ്മൾ ഓരോരുത്തരും ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ പ്രയോജനപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് എന്ത് ലഭിക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് കൊടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ച്, അതെനിക്ക് എങ്ങനെ കൂടുതൽ ഫലവത്താക്കി കൊടുക്കാനായിട്ട് കഴിയും, കൂടുതൽ ദൈവരാജ്യത്തിന് വേണ്ടി എനിക്കെങ്ങനെ പ്രയോജനപ്പെടാനായിട്ട് കഴിയും എന്ന ചിന്തയിലേക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? എക്വിപ്പാകത്തുള്ളൂ, പ്രാപ്തരാകത്തുള്ളൂ, വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിന്റെ ശുശ്രൂഷ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഈ മനസ്സ് നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നമ്മിൽ ഉണ്ടായിരിക്കേണ്ട കുറെ യോഗ്യതകൾ അല്ലെങ്കിൽ കുറെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 43-44 വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം.
ഗോസ്പൽ ഓഫ് മാർക്ക് ചാപ്റ്റർ 10 വേഴ്സസ് 43 ആൻഡ് 44, 43-44 വാക്യങ്ങൾ. മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം. ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. എങ്ങനെ അരുത് എന്നുള്ളത് തൊട്ട് മുകളിലുള്ള ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അവിടേക്ക് ഇപ്പൊ പോകുന്നില്ല. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. അപ്പോ അതിന്റെ അർത്ഥം എന്താ? ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ തിരിച്ചതിനെ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ശുശ്രൂഷ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു സഭയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ എൻ്റെ ലക്ഷ്യം എനിക്ക് എല്ലാവരെക്കാളും ഒന്നാമനാകണം എന്നുള്ള ലക്ഷ്യമാണോ എനിക്ക് ഉണ്ടായിരിക്കേണ്ടത്? ഒന്നാമനാകണമെന്നുള്ള ലക്ഷ്യം എല്ലാവരും എൻ്റെ കീഴിലും എന്നെ പുകഴ്ത്തുകയും ഞാനില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല എന്ന ചിന്തയിൽ എല്ലാവരും എന്നെ കാണണം എന്ന ആശയത്തിലല്ല ഇവിടെ ഒന്നാമൻ ആകാൻ ആഗ്രഹിക്കുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവം ആരെയാ ഒന്നാമനെന്ന് ദൈവം കാണുന്നത്? ആരെയാ? ഏറ്റവും എളിമയോടെ മനസ്സോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്നവനെയാണ് ദൈവം ഏറ്റവും ശ്രേഷ്ഠനെന്ന്, ഏറ്റവും വലിയവനെന്ന് എണ്ണുന്നത്. നമ്മൾ പലപ്പോഴും മുൻപ് കേട്ടിട്ടുള്ള ഒരു ഉദാഹരണം, ഒരുപക്ഷെ വളരെ പരിചയമുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് കയ്യിൽ 5 വീതം വിരലുകളാണുള്ളത്. സാധാരണഗതിയിൽ ഭൂരിഭാഗം മനുഷ്യർക്കും 5 വീതം വിരലുകളാണ് കയ്യിലുള്ളത്. അപ്പോൾ ഒരിക്കലും ഈ വിരലുകൾ തമ്മിൽ ഭയങ്കര ബഹളമുണ്ടായി, ഭയങ്കര മത്സരമുണ്ടായി. എന്താണെന്നറിയാവോ? ഈ തമ്പ് പറഞ്ഞു, തള്ളവിരൽ പറഞ്ഞു, ഞാനാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും ബലശാലിയും ഏറ്റവും ശക്തനും ഏറ്റവും വണ്ണമുള്ളവൻ, ഫാറ്റ് എന്ന് ഈ പുള്ളി പറഞ്ഞു. മാത്രമല്ല, എനിക്കെല്ലാരെയും തൊടാനായിട്ട് പറ്റും. എന്നാൽ നിങ്ങൾക്ക് തമ്മിൽ എന്നെ അല്ലാതെ വേറെ ആരെങ്കിലും തൊടണമെങ്കിൽ വലിയ പ്രയാസമാണ്. പറ്റും, പക്ഷെ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ എനിക്കിത് നേരിട്ട് എല്ലാവരെയും തൊടാനായിട്ട് പറ്റും എന്ന് പറഞ്ഞ് ഈ പുള്ളി ഭയങ്കര. മാത്രമല്ല, ഏത് കാര്യത്തിനും ബലം കൊടുത്ത് ഒരു കാര്യം ചെയ്യണമെങ്കിൽ എന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു, മനുഷ്യർ തിലകം ചാർത്താനായിട്ടെന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസം അനുസരിച്ച് നെറ്റിയിലൊക്കെ തിലകം ചാർത്താൻ എന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തമ്പ് ഇംപ്രഷൻ, മുദ്ര വയ്ക്കാനും, അങ്ങനെ ഒരുപാട് യോഗ്യതകൾ പുള്ളി പറഞ്ഞു. ഒരു വസ്തു കൈമാറ്റം നടത്തുമ്പോൾ അല്ലെങ്കിൽ രേഖ എന്നെയാണ് പിടിച്ച് മുദ്ര വയ്ക്കുന്നത് എന്നൊക്കെ. അപ്പൊ ഞാനാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞ് ഈ പുള്ളി ഭയങ്കര ബഹളം ഉണ്ടാക്കി. അപ്പോൾ രണ്ടാമത്തെ ആൾ പറഞ്ഞു, നീ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്കുണ്ട്, പക്ഷേ ആർക്കെങ്കിലും എന്തെങ്കിലും കാണിച്ചു കൊടുക്കണമെങ്കിൽ ഞാൻ വേണം. അങ്ങോട്ട് നോക്കിയേ എന്ന് ചൂണ്ടാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നെയാണ്. അപ്പോൾ ഞാനില്ലാതെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഈ വിരല് അദ്ദേഹത്തിന്റെ കുറെ പ്രത്യേകത കൂടാതെയുള്ള വേറെ എന്തൊക്കെയോ കുറെ പ്രത്യേകതകൾ, അതുകൊണ്ട് ഞാനാണ് കേമൻ എന്ന് രണ്ടാമത്തവൻ പറഞ്ഞു. അപ്പൊ മൂന്നാമത്തവൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് തന്നെ. എല്ലാവരും എഴുന്നേറ്റുന്നു. ഇനി നോക്കി, ആരാ ഏറ്റവും ഉയർന്നവൻ? ഞാനാ. നിങ്ങളെക്കാളെല്ലാം വലിയവൻ ഞാനാണ്. അപ്പോൾ ഞാനാണ് ഇവിടുത്തെ പ്രധാനി എന്ന് പറഞ്ഞ് നടുവിരൽ ആ രീതിയിൽ താനാണ് മിടുക്കനെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും ഈ പുള്ളി പറഞ്ഞു, ഇതൊക്കെയാണെങ്കിലും മനുഷ്യൻ തമ്മിൽ ഉടമ്പടി ചെയ്യുമ്പോൾ മോതിരം അണിയിക്കാറുണ്ട്. വിവാഹത്തിനോ അല്ലെങ്കിൽ അതുപോലുള്ള പണ്ടുകാലത്ത് ഏതൊരു ചടങ്ങിനും സൗഹൃദം സ്ഥാപിക്കാനോ അങ്ങനെ പല കാര്യങ്ങൾക്കൊക്കെ മോതിരം അണിയിക്കാറുണ്ട്. അത് മോതിരം അണിയിക്കാനുള്ള വിരലായിട്ട് ഈ വിരലിനെയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ നാലാമൻ പറഞ്ഞു, ഇതൊക്കെയാണെങ്കിലും മനുഷ്യർക്ക് എന്തെങ്കിലും സവിശേഷ സന്ദർഭങ്ങൾ വരുമ്പോൾ അവർ തമ്മിൽ പൊരുത്തപ്പെടാനായിട്ടൊക്കെ എന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യർക്ക് ഏറ്റവും പ്രധാനം, അവർ ബഹുമാനിക്കുന്നത് സ്നേഹിക്കുന്നത് എന്നെയാണ് എന്ന് പറഞ്ഞ് ഈ നാലാമത്തെ വിരലും വിട്ടുകൊടുത്തില്ല. അപ്പോൾ ഇവരോടൊന്നും മത്സരിക്കാനില്ലാതെ, യാതൊന്നും പറയാനില്ലാതെ ഈ കുഞ്ഞൻ വിരല് അവിടെ നിന്നിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ പ്രത്യേകതകളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് നിങ്ങളോട് മത്സരിക്കാനൊന്നും ഭാവമില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ മനുഷ്യന്റെ ചെവിക്കകത്ത് എന്തെങ്കിലും ഒരു വേദന ഉണ്ടായാൽ എനിക്ക് മാത്രമേ അവിടോട്ട് കയറി ചെല്ലാനായിട്ട് പറ്റത്തുള്ളൂ. ആക്സസ് എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് വെച്ച് ഞാൻ പുകഴുന്നൊന്നുമില്ല. പക്ഷെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, മനുഷ്യർ കൈകൂപ്പി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഞാനാണ്.
കണ്ടോ, മുമ്പിൽ ദൈവമാണെങ്കിൽ ദൈവത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞ് ഈ ചെറുവിരൽ അങ്ങനെ ബാക്കിയുള്ളവരോട് പറഞ്ഞു, ഞാൻ വലിപ്പത്തിൽ ചെറിയവനാണെങ്കിലും ദൈവത്തിന്റെ മുന്നിൽ ഞാനാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോ ഇതിനെ ഒരു ഉദാഹരണമായിട്ട് പറയാറുണ്ട്. വലിപ്പമോ ശക്തിയോ കഴിവോ എന്നതിലെല്ലാം ഉപരിയായിട്ട് ഏറ്റവും എളിയവനെയാണ് ദൈവം തന്നോട് ഏറ്റവും അടുത്ത് ചേർത്ത് പിടിക്കുന്നത്, ഏറ്റവും അടുത്ത് നിർത്തുന്നത് എന്നതിനൊരു ഉദാഹരണമായി പറയാറുണ്ട്. ദൈവസഭയ്ക്ക് വേണ്ടി നാം പ്രയോജനപ്പെടണമെങ്കിൽ, ഉപയോഗിക്കപ്പെടണമെങ്കിൽ യേശു പറയുകയാണ്, ഒന്നാമതായി നമുക്ക് എന്ത് മനോഭാവം ഉണ്ടായിരിക്കണം? സേവന മനോഭാവം, ശുശ്രൂഷാ മനോഭാവം, ദാസനാകാനുള്ള മനോഭാവം, ഏറ്റവും ചെറിയവനാകാനുള്ള മനോഭാവം നമുക്ക് ഉണ്ടാകണം. അതിന്റെ ലക്ഷ്യം എനിക്ക് എല്ലാവരെക്കാളും ഒന്നാം സ്ഥാനത്ത് എത്തണമെന്നുള്ള ലക്ഷ്യത്തിലായിരിക്കരുത്. ദൈവത്തിന്റെ മുൻപാകെ ദൈവം എന്നെ ആദരിക്കണം, ദൈവം എന്നെ കണ്ടാ മതി എന്ന മനോഭാവത്തോടുകൂടെ ശുശ്രൂഷാ മനോഭാവം, സേവന മനോഭാവം, ഹാർട്ട് ഓഫ് സർവീസ്, മൈൻഡ് ഓഫ് സർവീസ് നമുക്ക് ഉണ്ടായിരിക്കണം ദൈവത്തിനായി പ്രയോജനപ്പെടാനായിട്ട്. അപ്പോൾ ദൈവസഭയ്ക്ക് പ്രയോജനമുള്ള പ്രവർത്തകരാകാൻ, ശുശ്രൂഷകന്മാരാകാൻ ഒന്നാമതായി നമുക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റി, നമ്മിൽ സംഭവിക്കേണ്ട ഗുണം താഴ്മയുള്ളവരാകുക, ശുശ്രൂഷ മനോഭാവമുള്ളവരാകുക. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഞാനൊരു ഉദാഹരണം, ശുശ്രൂഷ മനോഭാവത്തിനൊരു ഉദാഹരണം പറയുകയാണ്. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലാകട്ടെ, നമ്മളൊരു ചർച്ച് ഹാളിലാകട്ടെ, അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്താകട്ടെ, ഒരു ലിറ്റർ കിടന്നാൽ, അല്ലെങ്കിൽ ഒരു പേപ്പർ കഷ്ണം കിടന്നാൽ, അല്ലെങ്കിൽ ഒരു ചവറ് കിടന്നാൽ നമ്മൾ എന്താ ചിന്തിക്കുന്നത് അറിയാവോ? സാധാരണഗതിയിൽ ചിന്തിക്കുന്നത്, ഇതെന്റെ ജോലിയല്ല, ഇത് ഞാനല്ല ക്ലീൻ ചെയ്യേണ്ടത്, ഇത് ഞാനല്ല എടുത്ത് വൃത്തിയാക്കേണ്ടത്, അതിനിവിടെ തൂപ്പുകാരോ അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട്, അവരുടെ ദൗത്യമാണ്, അവരുടെ ഉത്തരവ്, അവർ ചെയ്യട്ടെ എന്ന മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ, നമ്മുടെ ചില ഒഫീഷ്യൽ കാര്യങ്ങളിലോ അല്ലെങ്കിൽ സാഹചര്യങ്ങളിലോ തിരക്കിന്റെ സന്ദർഭങ്ങളിലോ നമുക്ക് ചെയ്യാൻ സമയമില്ലാത്തതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ പേപ്പർ അല്ലെങ്കിൽ ഈ ചവർ എടുത്ത് കളയേണ്ടത് എൻ്റെ ജോലിയല്ല, അത് വേറെ ആരോ ചെയ്യേണ്ടതാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ, ഉദാഹരണമാണ് പറഞ്ഞത്, അത് മാത്രമല്ല, ഈ ചിന്താഗതിയാണ്, ഈ രീതിയാണ് നമ്മുടെ മനസ്സിലെ ചിന്തയെങ്കിൽ നമുക്ക് ഈ സേവന മനോഭാവം ഇല്ലെന്ന് അതിന്റെ അർത്ഥം. അതേസമയം അത് ആരുടെയെങ്കിലും ഉത്തരവാദിത്വമാകട്ടെ, ഞാൻ അവിടെ അത് വൃത്തികേടായിട്ട് കിടക്കുന്ന കണ്ടു, അല്ലെങ്കിൽ അത് ആ ചവർ അവിടെ കിടക്കുന്ന കണ്ടു, എനിക്ക് അത് അവിടെ വൃത്തിയായി കിടക്കുന്നത് കാണാനാണ് ഇഷ്ടം, അതിന് പ്രത്യേകിച്ച് ആരെയും കാത്തു നിൽക്കുന്നില്ല, എനിക്കിപ്പോൾ സമയമുണ്ട്, ചെയ്യാനുള്ള സന്ദർഭമുണ്ട് എന്ന് കാണുമ്പോൾ സന്തോഷത്തോടെ അത് എടുത്ത് ആ ഗാർബേജിലോ അല്ലെങ്കിൽ അത് കളയേണ്ടിടത്ത് കളയുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ ആരും പറയാതെ, ആരും ചെയ്യാതെ, ആരെയും കാണിക്കാനല്ലാതെ സേവന ചിന്തയോടെ, ഇത് ആരുടെയെങ്കിലും ദൗത്യമാണെന്നല്ല, ഇത് എൻ്റെ കൂടെ ഭാഗമാണെന്ന ചിന്തയോടെ ചെയ്യുമ്പോൾ, ഉദാഹരണം ഞാൻ പറഞ്ഞത്, ഇതുപോലെ ഏത് കാര്യത്തിലും ഇത് മറ്റുള്ളവരുടേതാണ്, അവർ ചെയ്യേണ്ടതാണ്, അവർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുകയല്ല. സഭയെ, ദൈവരാജ്യത്തെ, ദൈവവേലയെ ശുശ്രൂഷിക്കാൻ, ആ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഒന്നാമത് നമുക്കുണ്ടാകേണ്ട ക്വാളിറ്റി, നമ്മുടെ സ്വഭാവത്തിൽ വരേണ്ട രൂപാന്തരം, സേവന മനോഭാവമുള്ളവരാകുക, ശുശ്രൂഷ ചെയ്യുന്ന മനോഭാവമുള്ളവരാകുക. ശുശ്രൂഷ ചെയ്യുക എന്നല്ല ഞാൻ പറഞ്ഞത്, മനോഭാവമുള്ളവരാകുക. മനസ്സില്ലാതെയും ചെയ്യാം, അല്ലെ? ഒരിക്കൽ ഒരു കൊച്ച് ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു, എഴുന്നേറ്റിക്കടാ എന്ന് പറഞ്ഞു. ദേഷ്യത്തോടെയാ പറഞ്ഞത്. അവൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അവൻ ഇങ്ങനെ പെറുപിറുക്കുകയാണ്, മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇരിക്കുക, അടിയെ പേടിച്ച് എഴുന്നേറ്റെന്നേ ഉള്ളൂ എന്നവൻ സ്വയം പെറുപിറുക്കുകയാണ്. അപ്പൊ ഇതുപോലെ നമ്മൾ മനസ്സുകൊണ്ട് വേറൊന്ന് ആയിരുന്നുകൊണ്ടല്ല, ഹൃദയപൂർവ്വം ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാകുവാൻ, സേവന മനോഭാവമുള്ളവരാകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ എക്യുപ്പാകുവാൻ, ദൈവസഭയിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിൽ പ്രാപ്തരാകുവാൻ നമുക്ക് വേണ്ട ഒന്നാമത്തെ ഗുണം, മറക്കരുത്, സേവന മനോഭാവം, ശുശ്രൂഷ മനോഭാവം നമുക്കുണ്ടാകട്ടെ. അങ്ങനെയെങ്കിൽ വരുന്ന കാലങ്ങളിൽ ദൈവരാജ്യത്തിന് നാം അധികം പ്രയോജനമുള്ളവരാകും. ദൈവം എന്നീ ചിന്തകളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.